വൺ ഗോഡ് അവയർനെസ് അക്കാഡമിയിലേക്ക് മഹർഷി മഹാകവി ഗുരുശ്രീ പ്രൊഫസർ പി കൃഷ്ണകുമാർ സാഹിത്യ ദർശന പഠന പരമ്പരയിലേക്ക് ഏവർക്കും നമസ്കാരം. ധർമ്മവർഷം 98. ധ്രുവസിദ്ധിപ്രദം സാക്ഷാത് അംബികാ പരദർശനം ഗുരും ശക്തീശ്വരം വന്ദേ ധർമാനന്ദാത്മനായകം. നിങ്ങളെ രക്ഷിക്കുന്നത് ആര്, അല്ലെങ്കിൽ നമ്മളെ രക്ഷിക്കുന്നത് ആര്? നിങ്ങളെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? മതങ്ങളില്ലാത്ത കാലത്തും മനുഷ്യൻ രക്ഷിക്കപ്പെട്ടിരുന്നു. മനുഷ്യൻ മാത്രമല്ല, മൃഗങ്ങളും രക്ഷിക്കപ്പെട്ടിരുന്നു. മൃഗങ്ങൾ മാത്രമല്ല, പക്ഷിവൃക്ഷാദികളും രക്ഷിക്കപ്പെട്ടിരുന്നു. നമ്മളെ രക്ഷിക്കുന്നത് പ്രത്യക്ഷത്തിൽ എന്താണ്? നമ്മളെ രക്ഷിക്കുന്നത് പ്രത്യക്ഷത്തിൽ വായുവാണ്, വെള്ളമാണ്, അഗ്നിയാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പഞ്ചഭൂതങ്ങളാണ്. പഞ്ചഭൂതങ്ങളെ വിട്ട് നമുക്ക് നിലനിൽപ്പില്ല. പഞ്ചഭൂതങ്ങളായി, സൂര്യനായി, ചന്ദ്രനായി, നക്ഷത്രങ്ങളായി നമ്മുടെ ജീവിതത്തെ നിലനിർത്തുന്ന നമുക്കറിയാത്തൊരു മഹാശക്തിയുണ്ട്. പ്രപഞ്ചശക്തിയെന്നോ പരാശക്തിയെന്നോ പ്രകൃതി ശക്തിയെന്നോ ഒക്കെ അതിനെ വിളിക്കാം. സമസ്ത സൃഷ്ടികൾക്കും സമസ്ത ചലനങ്ങൾക്കും കാരണമായ ആ അത്ഭുത മഹാവൈഭവം തന്നെയാണ് യഥാർത്ഥത്തിൽ ദൈവം. ആ ദൈവത്തിൻ്റെ രക്ഷയിലാണ് നമ്മളേവരും. നമ്മുടെ അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഓരോ കാലത്തെ പ്രപഞ്ചവിജ്ഞാനവും അതിനെ ചുറ്റിപ്പറ്റിയുള്ള ചിന്തകളുമാണ് മതങ്ങളുണ്ടാക്കിയത്. മനുഷ്യ മനസ്സിൻ്റെ സങ്കല്പശക്തിയുടെ സന്തതികളാണ് എല്ലാ മതദൈവങ്ങളും. പ്രപഞ്ചശക്തിയായ അല്ലെങ്കിൽ വിശ്വശക്തിയായ പരാശക്തിയുടെ സന്തതിയായ മനുഷ്യൻ്റെ മനസ്സിൻ്റെ സന്തതിയാണ് സങ്കുചിത മതദൈവം എന്നു ചുരുക്കം. മതദൈവങ്ങളുടെയും മനുഷ്യദൈവങ്ങളുടെയും പേരിൽ മനുഷ്യരെ വെട്ടിത്തിരിച്ച് വകഞ്ഞു വയ്ക്കുന്നത് ബോധശൂന്യത കൊണ്ടാണ്. വിശേഷബുദ്ധിയുള്ളവർ ആ ബോധശൂന്യതയെ തിരിച്ചറിഞ്ഞ് തള്ളിക്കളയുക തന്നെ ചെയ്യും. വിശേഷബുദ്ധിയുള്ളവർ അന്ധമായി വിശ്വസിക്കുകയില്ല. യുക്തിപൂർവം ശാസ്ത്രീയമായി ചിന്തിച്ച് ചിന്തയ്ക്കനുസരിച്ച് പ്രവർത്തിച്ചു കിട്ടുന്ന അനുഭവത്തെ അല്ലാതെ അറിവില്ലായ്മയുടെ പഴമൊഴികളെ അവർ വിശ്വസിക്കുകയില്ല. ഏതു പേരുകൊണ്ടും വിളിക്കാൻ ഒക്കുകയില്ലെങ്കിൽ അത് ദൈവമല്ലെന്ന് തീർത്തു പറയാനുള്ള അറിവ് ഇന്നത്തെ മനുഷ്യനുണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ ഭാരതത്തിൽ. മനുഷ്യദൈവങ്ങളുടെയും ദൈവമായ ഏകദൈവം ആധുനിക ശാസ്ത്രയുഗത്തിൽ വിശ്വശക്തി തന്നെയാണെന്ന് ഏതു മണ്ടനും അറിയാം. ദൈവത്തിന് മതമില്ല. അതുകൊണ്ട് തന്നെ ദൈവത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന മനുഷ്യനും മതത്തിൻ്റെ ആവശ്യമില്ല. മനുഷ്യ, നീ മതാതീതനാകുക, വിശ്വമാനവനാവുക. നിന്റെ മാതാവും പിതാവും ഗുരുവുമായ വിശ്വശക്തിയെ ഭജിച്ച് രക്ഷ പ്രാപിക്കുക. ജയ് ജഗത്.